മുണ്ടക്കൈ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ദുരന്തബാധിതർക്കുള്ള മാസവാടക അടിയന്തരമായി ലഭ്യമാക്കും. ടൌൺഷിപ്പ് നിർമ്മാണ പുരോഗതി മുഖ്യമന്ത്രി വിലയിരുത്തി. കെ.ആർ. സാജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജു, ഈ ടൌൺഷിപ്പ് നിർമ്മാണ പുരോഗതി ഉൾപ്പെടെ മുഖ്യമന്ത്രി വിലയിരുത്തിയിട്ടുണ്ട്. എന്തൊക്കെ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി നൽകുന്നുണ്ട്? അമൃത, ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. യോഗത്തിൽ ധനമന്ത്രിയും റവന്യൂ മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. അതിനകത്താണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള തീരുമാനമായിരിക്കുന്നത്. ഇതിനായി ഓരോ പ്രവർത്തനവും പൂർത്തിയാക്കേണ്ട സമയക്രമം ഇന്ന് യോഗത്തിൽ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ബാധിതരുടെ അവർ താമസിക്കുന്ന വീടിന്റെ മാസവാടക മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന് അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കാനുള്ള നിർദ്ദേശവും ഇന്നത്തെ യോഗത്തിലുണ്ടായി. അതിനുള്ള പണം ഇപ്പോൾ തന്നെ അനുവദിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അനുമതിയോടുകൂടിയുള്ള മരം വെട്ടൽ, അതുപോലെ തന്നെ വൈദ്യുതി ലൈനുകളുടെ പുനർക്രമീകരണം, തോടിന്റെ ഒഴുക്ക് ക്രമീകരിക്കൽ അടക്കമുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുമുള്ള സമയക്രമം ഇന്നത്തെ യോഗത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഭരണാനുമതികൾ നൽകുന്ന കാര്യം, അതുപോലെ പണം അനുവദിക്കുന്ന കാര്യം, ഇതിനെല്ലാം ഓരോ പദ്ധതിക്കനുസൃതമായി സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള സമയക്രമത്തിനും ഇന്നത്തെ രൂപം നൽകി. ഈ പദ്ധതിയുടെ പുനരധിവാസം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കാനുള്ള നിർദ്ദേശവും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അമൃത. ശരി, കെ.ആർ. സാജു ആണ് വിവരങ്ങൾ നൽകിയത്.